പണ്ടൊക്കെ ദുബായിൽ പോയാൽ ചെറുപ്പക്കാർ 10 ഉറുപ്പ്യ ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയോ? കിട്ടണ കാശ് നശിപ്പിക്കാനുള്ള എല്ലാ വഴികളും അവിടെ ഉണ്ടെന്നാണ് കേൾക്കണത്. അത്യാവശ്യത്തിന് മാത്രം കായ് ചെലവാക്കുക, ബാക്കി എന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് എത്തിക്കുക. ബാങ്കിൽ കൂടെ വേണ്ട, കൊയല് വഴി. മനസ്സിലായ? ബാ പോയി വരട്ടെ. നന്നായി വരും എന്റെ കുട്ടി. ഇറങ്ങട്ടെ, ഫോണുണ്ടല്ലോ, ഇടയ്ക്ക് വിളിച്ചോണ്ടിരിക്കാം. ഫോൺ വിളിക്കുമ്പോ കുഞ്ഞാക്കയ്ക്ക് സുഖാണോ ഉമ്മാക്ക് സുഖാണോ എന്നൊന്നും ചോദിക്കണ്ട. നീ ഇവിടുന്ന് പോയി മടങ്ങി വരണവരെ ഇവിടെ എല്ലാവർക്കും സുഖമുണ്ട്. ഫോൺ വിളിക്കുമ്പോ പണം അയച്ചു എന്നൊരു വാക്ക് മാത്രം പറയാ, ഫോൺ അവിടെ വെക്ക. മനസ്സിലായ? ആ രണ്ട് പെങ്ങന്മാർക്ക് ഒരാങ്ങള. ആണായിട്ട് ഒറ്റക്കായിരുന്നു കുഞ്ഞാക്ക. പിന്നെ ഈ വളർന്നപ്പോ ഒരു തുണയായി. ഇപ്പൊ ഈ പോകുമ്പോ പിന്നെ ഒറ്റയ്ക്കാവണ പോലെ, ഒരു താളം പോണ പോലെ. പോവാണ്ട് പറ്റൂലല്ലോ. കുഞ്ഞാക്ക വരണില്ലേ എയർപോർട്ടിലേക്ക്? കുഞ്ഞാക്ക എന്നും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ അവിടെ വന്ന് ഈ എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പറന്നകന്ന് പോണ കാണാൻ എന്നെ കൊണ്ടാവൂല. മനസ്സിൽ നല്ലത് വിചാരിക്കണം. നല്ലത് വിചാരിക്കുന്നവർക്ക് നല്ലത് വരും. പടച്ചോൻ കാക്കട്ടെ. ചെല്ല്. ഇവിടെ ഒരാള് ടിക്കറ്റ് എടുക്കാണ്ടല്ലോ. ആരാ ടിക്കറ്റ് എടുക്കാളേ? ഹലോ, നിങ്ങളുടെ ടിക്കറ്റ് എടുത്തോ? പിന്നിൽ ഒരാളെടുത്തല്ലോ. പിന്നിൽ ഒരാളുള്ള ഒരുപാട് പേര് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്റെ ടിക്കറ്റ് പുറകിൽ താടി വെച്ച ഒരാൾ എടുത്തിട്ടുണ്ട്. പുറകിൽ താടി വെച്ചാണ്. ഹലോ, ഇയാളെ ടിക്കറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? എന്ത്? അയാൾ ടിക്കറ്റ് ഞാൻ എടുക്കേ? ഞാൻ ടൈപ്പ് അല്ല, ഞാൻ എന്റെ ടിക്കറ്റ് എടുത്തില്ല. അതെ, ഞാൻ PC-യാ. ശബരിമല വ്രതത്തിലാ. സ്വാമിയേ ശരണമയ്യപ്പ. കളിപ്പിക്കാണ്ട് കായെടുക്കായി. സ്വാമിയേ ശരണമയ്യപ്പ. ഈ ബസ്സിനുള്ളിൽ ആൾക്കാരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നൊയഞ്ഞു കയറ്റുണ്ടല്ലോ. ഈ പണിയൊന്ന് എടുത്തു നോക്കണം, അപ്പൊ അറിയാൻ എന്റെ ബുദ്ധിമുട്ട്. എങ്ങട്ടാ? കുതിരോട്ടത്തേക്ക് ഊളം പറക്കി വണ്ടി പോകില്ല. പൂങ്ങളം പഠിക്കൊരു ടിക്കറ്റ് തരാം. അവിടെ ആണെങ്കിൽ ഇമാതിരി പ്രാന്തിന് നല്ല ചികിത്സ കിട്ടും. ചെക്കിങ്ങാ? രാവിലെ വണ്ടിയായിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ, ബാക്കിയുള്ള കഞ്ഞൂടി മുട്ടിക്കാനായിട്ട്. ഉത്തരവാദപ്പെട്ട ആരെന്ന് വെച്ചാ പുറത്തേക്ക് വരണം. താനീ ബസിന്റെ കണ്ടക്ടറാണ്, ഓണറുമാണ്. അത് ബസിന്റെ റോഡ് തന്റെ തന്തയുടെ വകയൊന്നുമല്ലല്ലോ. എന്റെ യാത്രക്കാലം മുമ്പ് വെച്ച് നിങ്ങൾ തന്തക്കും തളങ്ങും വിളിക്കണ്ട. തന്തയുള്ളവർക്ക് അത് കേൾക്കാൻ ലേശം ബുദ്ധിമുട്ടാ. നിങ്ങൾ കാര്യം പറഞ്ഞോളി. ഓ എടോ കോപ്പേ, റോഡ് മറ്റ വാഹനങ്ങൾ, യാത്രക്കാർ, വഴി യാത്രക്കാർ, ഇതിനോടൊക്കെ സർക്കാരിനും ഡിപ്പാർട്ട്മെന്റിനും ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. റോഡ് ടാക്സ് അടയ്ക്കാത്ത, റോഡിൽ ഇറങ്ങാൻ പെർമിറ്റ് ക്യാൻസൽ ആയി തകരപ്പെട്ടി ഉരുത്തിക്കൊണ്ട് നടക്കാൻ തനിക്ക് ഇത്രയും ചങ്കൂറ്റോ? പറടാ. സർ, ടാക്സി നമ്മൾ തെറ്റിച്ചിട്ടില്ല. എടോ, ഇതേ തന്റെ അമ്മയുടെ അടുക്കള എന്നുള്ള കടലാസല്ല, RTO ഓഫീസിലെ രേഖകളാ. വണ്ടിയുടെ പെർമിറ്റ് ക്യാൻസൽ ആയി 2 ദിവസം കഴിഞ്ഞു. അനധികൃതമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. മനസ്സിലായോ? ഇത് റോഡിൽ ഓടാൻ പാടില്ല, ഇനി ഓടുന്നുമില്ല. എല്ലാവരും ഇറങ്ങ്, വേഗം വേഗം. മൈത്രി ചത്തു, ഇനി ശവം തൂക്കിക്കൊണ്ട് പോകുന്നത് കാണാം. സാർ, എവിടെയോ എന്തോ പേവ് പറ്റിയതാണ്. ചെയ്യരുത് സാർ. ചെയ്യാതെ പിന്നെ സാർ, നിങ്ങൾക്ക് ലേശം സമയം തന്നെ സാർ. കൊണ്ടുപോകരുത്. എന്റെ ജീവിതം അത് ജീവനാണ്. പൊക്കിക്കൊണ്ട് പോളാ പുല്ല്.
കിട്ടിയെടുത്ത് വെച്ച് ഇന്നേ നമ്മളെ ബസ്സിനെയും ദ്രോഹിക്കണമെന്ന് ആ സാജൻ ജോർജ് ഓന്റെ കത്തിന്റെ മുമ്പിൽ ഇപ്പൊ കൗത്തുവെച്ച് കൊടുത്തില്ലേ? ചെറുതാകട്ടെ വലുതാവട്ടെ ഒരടവെങ്കിലും നമ്മൾ മുടക്കിയിട്ടുണ്ടോ? കയ്യിലില്ലേ പലിശക്ക് വാങ്ങിട്ടെങ്കിലും? എന്നിട്ടിപ്പോ ബസ് പോലീസ് സ്റ്റേഷനിലെ കിടക്കണേ. സഹിക്കണത്രേ. നടക്കേണ്ടത് നടന്നു, ഇനി ചെയ്യേണ്ടത് ചെയ്തു വണ്ടി ഇറക്കുക. എപ്പോ? നാളെ 2-ാം ശനി, മറ്റന്നാൾ ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച RT ഓഫീസിന്റെ മുന്നിൽ നായിനെ പോലെ കാത്തുകെട്ടി കിടന്ന് ഫീസും ഫൈനും കെട്ടി റിലീസ് ഓർഡറും വാങ്ങി ഞാൻ ആ സാജൻ ചോറിന് മുമ്പിൽ കൈനീട്ട് നിന്ന് ഇറക്കണ്ടേ എന്റെ വണ്ടിയുടെ താക്കോലിന് വേണ്ടിട്ട്? ഇറങ്ങി ഇറങ്ങി ഇറങ്ങ്. ആളിതാ ചോദിച്ചു നോക്ക് കുഞ്ഞാക്ക, എന്താ ഉണ്ടായെന്ന്. എന്റെ ജീവനെ ഒരു കൊടുത്തുമ്പോ തൂങ്ങി നേരത്തുമ്പോ കൂടെ നാട്ടുകാർ നോക്കി നോക്കുമ്പോ ഉരുണ്ടുരുണ്ട് പോയി. എന്താ ഉണ്ടായത്? അത് പറടാ. റോഡ് എങ്ങാനും ഇന്നെ ചതിക്കാൻ എനക്ക് എത്ര തന്ന്? പറഞ്ഞില്ലെങ്കിൽ മുറ്റത്തോട്ട് കൊല്ലുവാനാ ഞാൻ. ടാക്സ് അടയ്ക്കാൻ തന്ന പൈസ ഞാനൊന്ന് മറച്ചുപോയി. കൊള്ള എന്റെ പൈസ വെച്ചിട്ട് എന്താ ഇത്? നിർത്താൻ. ചതി ഈ എന്നോട് ചെയ്യേണ്ടിയിരുന്നില്ല, ചെയ്യാൻ പാടില്ലേനെ. പൊറുക്കണം. പെങ്ങക്ക് കൊടുക്കാനുള്ള സ്ത്രീധനത്തുക തയ്ക്കാൻ ഒരു തിരിമറി ചെയ്തതാ. പിന്നെ കൊണ്ടുപോയി അടയ്ക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഓഫീസിലുള്ളവർ ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ സാധാരണയാ. ഇത് കുഞ്ഞാക്കാന് കൊടുക്കാൻ ഓഫീസിൽ നിന്ന് ആരോ ചോർത്തിയതാ. വല്ലാണ്ട് വിസ്തരിക്കാൻ നിൽക്കണ്ട, കിട്ടിയതൊക്കെ പോരെ. പൈസന്റെ വഴി ഞാൻ കണ്ടോളാം, സമാധാനിക്ക്. ഇതിപ്പോ അതിലും വലിയ സങ്കടമില്ലേ? ഓന്റെ പെങ്ങളെ ഇറക്കിവിടാൻ വേണ്ടി ചെയ്ത തിരിമറിയാ. തച്ചും പോയില്ല പഠിച്ചോനെ. നീ അത് മനസ്സിന് കളഞ്ഞേക്ക്, ബസ് നമുക്ക് ഇറക്കാം. അവിടെ കുടിക്കും. എടുത്തോ, കാശ് വേണ്ട, ഫ്രീയാ. ഒരെണ്ണം കൂടി, ഒന്നെടുത്ത ഒന്ന് ഫ്രീയാ. ഇരിക്കട്ടെ, പാവം പോലീസ്. റോഡിങ്ങിന്റെ മുതലാണ് ഇല്ലേ? അകത്തുണ്ട്. സുഖചികിത്സ കഴിഞ്ഞ് മൈത്രി ഇന്ന് ഡിസ്ചാർജ് ആയാണ്. അതിന്റെ ഒരു മധുരം. സങ്കടങ്ങൾക്ക് ഒടുവിൽ മധുരം ഉണ്ടാവും, മനസ്സിൽ നന്മ ഉണ്ടെങ്കിൽ. ശൈത്താൻ ഒരു കാലത്തും സ്വർഗത്തിൽ പോവില്ല. ചെല്ലട്ടെ. അതെ, ഏറനാട്ടേക്കുള്ള ബസ്. ഒരാളുണ്ട്. ലേശം കുറവാണേട്ടാ. ഈ ഊതി അറച്ചോടാ. അല്ല, ഇറങ്ങണില്ലേ? ഏറനാട്ടിക്കല്ലേ ടിക്കറ്റ് എടുത്തത്? അതെ, എനിക്കിവിടെ പരിചയമില്ല. ഇവിടെ വിടക്കാ പോണ്ടേ? ഞാൻ സുൽത്താൻ വീട്ടിലേക്കാ. സുൽത്താൻ വീട്ടിക്കോ? അതെ, നജീബിനെ കാണാൻ. സുഗന്ധിയാണ് ഞാൻ. പറഞ്ഞിട്ടില്ല എന്നെ കുറിച്ച്. ഇങ്ങോട്ടിറങ്ങ്. ഇറങ്ങി വരാൻ. ആരാ എന്നെ പറഞ്ഞയച്ചത്? എന്താ എന്റെ വരവിന്റെ ഉദ്ദേശം? ആരും പറഞ്ഞയച്ചതല്ല, ഇറങ്ങി പുറപ്പെട്ടതാ. ഉദ്ദേശം ആത്മഹത്യക്ക് മുമ്പ് നിങ്ങളെ ഒന്ന് കാണാൻ. കോയമ്പത്തൂരിലെ ശിവപാർവതി ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പിന്റെ ഹോൾസെയിൽ ഷോപ്പിൽ ഒരു സാധാരണ ജോലിക്കാരിയായിരുന്നു ഞാൻ. അവിടെ വച്ച് ഞങ്ങൾ പരിചയപ്പെട്ടത്. നജീബ് എന്നോട് കൂടുതൽ സ്നേഹം കാണിച്ചപ്പോ ആദ്യമൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറിയതായിരുന്നു. അമ്മ, അനിയത്തി. പക്ഷെ നജീബിന്റെ സ്നേഹം പിന്നെ പിന്നെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള കഥ പറച്ചിലുകൾ. എപ്പോഴോ എവിടെയോ എന്റെ മനസ്സിന്റെ താളം തെറ്റി. ഞാനും സ്വപ്നങ്ങൾ കണ്ടു. മതി.
ഒരിക്കൽ ഒരു കുസൃതി, പക്ഷെ അതെന്നെ ഇവിടം വരെ എത്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ ജീവന്റെ ജീവനായ കുഞ്ഞാക്ക, എനിക്ക് 10ാം ക്ലാസ്സില് ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിന് വാങ്ങി തന്ന സമ്മാന ഞാൻ ഈ കാതിലയുടെ കഴുത്തിലണിഞ്ഞത്. ഇതേ തമിഴ്നാടാ. ഞാനൊരു പാതി തമിഴെത്തി. മാലയിട്ട് തന്നാ അത് കല്യാണമായിട്ട് കണക്കാക്കും ഞങ്ങളുടെ ദൈവം. ആയിക്കോട്ടെ, എനിക്ക് ഒരാളെ ബോധിപ്പിക്കാനുള്ളൂ, എന്റെ കുഞ്ഞാക്കാനെ. സമയമാവുമ്പോ ഞാനത് ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും എത്ര പറഞ്ഞാലും എന്റെ തലയിൽ കേറൂല, അതൊന്നും കേറ്റൂല. ഞാൻ എന്റെ കുട്ടിയുടെ നിക്കാഹിന് ഓളെ മനസ്സൊരുങ്ങി, എന്റെ വീടൊരുങ്ങി. എന്നേരത്ത് ആ സന്തോഷം തല്ലിക്കടത്താൻ ആരെയും സമ്മതിക്കൂല ഞാൻ, ആരെയും. ഇന്നലെ കണ്ടത് വെളുപ്പ്, ഇന്നത് കറുപ്പാന്ന് പറഞ്ഞ ഏത് മനസ്സുണ്ടാ പറച്ചത് വിശ്വസിക്കൂല ഞാൻ, വിശ്വസിക്കൂല. അതിനുള്ള കഴിവില്ല. ദൈവത്തിന്റെ മുന്നിൽ ഒരുപാട് കരഞ്ഞു, പറഞ്ഞു. അവിടെ കരുണ തീർന്നു തോന്നിയപ്പോ ഈ ഒരു മുഖം മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞില്ലേ ഞാൻ എന്റെ അവസാനത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയെന്ന്? ആരെയും വേദനിപ്പിക്കും ഇനി ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഈ പറഞ്ഞൊക്കെ സത്യാണെങ്കിൽ ഓൻ അന്വേഷിച്ച് വന്നാണെങ്കിൽ ഓൻ ഇവിടെ ഇല്ല, ദുബായില. അന്നെ കോയമ്പത്തൂര് എന്റെ പുരയിൽ ഞാൻ കൊണ്ടാക്കാം. എന്നെ വിശ്വസിച്ചോളി, വേദനിപ്പിക്കൂല. ഒന്നാവണ്ടവരാണെങ്കിൽ നിങ്ങളെ ഞാനും നോക്കും. ഇല്ല, ഇനി എനിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. ആ ഒരവസ്ഥയില്ല ഞാൻ. മരണത്തിലേക്കല്ലാതെ എനിക്കൊരു മടങ്ങിപ്പോക്കില്ല. എന്തൊക്കെയാ ഇത്? തീരുന്നില്ല ഒന്നും. ഒന്ന് തീർത്ത് വരുമ്പോ വേറൊന്ന് തുടങ്ങി തരണ്ട് പഠിച്ചാൽ. കുഞ്ഞാക്കൊന്നും അറിയണ്ട, ഞങ്ങളേറ്റു. പിടിച്ച് 2 പൊട്ടിച്ചിട്ട് വന്ന വഴി കയറ്റി വിട്ടോളാം. അങ്ങനൊക്കെ പറയാം, ചെയ്യാം. പക്ഷെ അതൊന്നും ഒരു പരിഹാരമാവൂല വാസുട്ടി. നല്ല കാലം വന്നപ്പോ പെരുന്നാൾ ഉച്ചക്കൊരു പെരുമഴ പെയ്ത പോലെ ഒരുപാട് കളിച്ചിരികൾ ഇത് കണ്ണീരാക്കും. അങ്ങനെ ആവാണ്ടിരിക്കണമെങ്കിൽ കയ്യിൽ വെക്കണം, കൂടെ നിർത്തണം. ഒരു മനുഷ്യജീവി അറിയാണ്ടേ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നീ അതിനെ വേണ്ടി പൊറ്റാൻ പോവാ? ഓറ്റാനൊന്നും അല്ലടോ, ഇതിലെത്ര സത്യം ഉണ്ടെന്നൊക്കെ അറിയണം. അതുവരെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ചു വെച്ചേ പറ്റും. അയിലിടക്ക് പൊട്ടിത്തെറിക്കാൻ ഇത് ബോംബൊന്നുമല്ലല്ലോ, ഒരു പെണ്ണല്ലേ. ഒരു പെണ്ണ് പൊട്ടിത്തെറിച്ചിട്ടാ രാജീവ് ഗാന്ധി മരിച്ചത്. ചരിത്രം നമ്മൾ മറക്കരുത്. കാലം പെച്ചക. ഒന്നും മിണ്ടാണ്ടിരിക്കണം. കച്ചവടത്തിന് വെച്ചൊരു വീട് എന്റെ കയ്യില് നല്ല സൗകര്യമുള്ളതാ. ഒരു ജീവി അറിയില്ല. ഹലോ. ആ ഞാനാ. ആ കുഞ്ഞാക്ക, ഇതെന്താ ഇന്നേരത്ത്? അത് ഒന്നുമില്ല, അന്നൊന്ന് വിളിക്കണം തോന്നി. ഇതെന്താ കുഞ്ഞാക്കാന്റെ മുഖം വല്ലാണ്ടിരിക്കണേ? കടന്നല് കുത്തിയ പോലെ. ഈ എന്റെ മുഖം കാണുന്നുണ്ടോ? പിന്നെ എന്റെ മനസ്സിലത് തന്നെ ഉള്ളൂ. അല്ല, എന്തോ ഒന്നുണ്ടല്ലോ മനസ്സില്. എന്താ അത്? ഏയ് ഒന്നുമില്ല. പിന്നെ കല്യാണത്തിന് ഈ വേഗം ഇങ്ങടെ എത്തണം. എനിക്ക് ഒരു എത്തിമ്പിടി ഇല്ലാണ്ടാവുണ്ട്. ഇങ്ങക്ക് ഇത് എന്തായി പോയി കുഞ്ഞാക്ക? കല്യാണം തലേക്കറ്റി പിരാന്തായി പോയാ? പിരാന്താവാതെക്കാനാ ചോദിക്കണത്. എന്റെ ജീവിതത്തില് ഈ എന്നോട് പറയാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അതെന്താ കുഞ്ഞാക്ക അങ്ങനെ ചോദിച്ചേ? അനക്ക് ദോഷമായിട്ടൊന്നും വന്നൂടാ. താങ്ങാൻ കൽപ്പുണ്ടാവില്ല. ഏതൊരു കാര്യവും അറിയേണ്ടപ്പോ അറിയണം, പറയേണ്ടപ്പോ പറയണം. എന്നോട് പറയാത്തതായിട്ട് എന്റെ മനസ്സിലൊന്നുമില്ലല്ലോ. ഞാൻ വെക്കണം. അമ്മ 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 ഇവിടെ ഒരു വീട് തരികണം. എന്താ വീട്? ഭവാനി രാമസ്വാമി, ഡോർ നമ്പർ C52, പൂക്കാരത്തെരുവ്. രാമസ്വാമി സത്തുപോച്ചു സർ. 8-9 വർഷാச்சு. അവര് തമിഴാള്, ഭവാനി മേരിക്ക് മലയാളി. ദോ പാര്, அந்த 7வது വീട്. അമ്മ, അമ്മ, പോലീസ്.
ചില കാര്യങ്ങൾ അറിയാൻ അതിനു വേണ്ടിയാ വന്നതേ. തമിഴ്നാട് പോലീസിന്റെ ചോദ്യം ചെയ്യലിന്റെ മുമ്പില് പറഞ്ഞും കരഞ്ഞും മടുത്തു. ഇനി കേരളത്തിൽ നിന്നുള്ള പോലീസിന് എന്താ അറിയേണ്ടത്? ഞാൻ പോലീസല്ല, ബസ് കണ്ടക്ടറാ. സക്കീർ ഹുസൈൻ, കുഞ്ഞാക്കാന്നും വിളിക്കും. സുഗന്ധി നിങ്ങളാ ഈ വയറ്റിൽ പിറന്ന എന്റെ മോള്, അവൾ ഒരുത്തി ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. പോയി, അവള് നഷ്ടപ്പെട്ടു പോയി. കേട്ടിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കുറിച്ച്. നജീബ് കൊന്നില്ലേ? എല്ലാവരും കൂടി കൊണ്ടുപോയി കൊന്നില്ലേ എന്റെ മോളെ? ഇല്ല, മരിച്ചിട്ടില്ല. എന്റെ കയ്യിലുണ്ട്. ഒരു ദേഷ്യം കൊണ്ടൊരു ജീവിതം തീരില്ല. ഒരമ്മന്റെ സ്നേഹം കൊണ്ട് മാത്രം നിങ്ങൾക്കുള്ള ജീവിതം മുഴുവനാക്കാൻ പറ്റില്ലല്ലോ. കുടുംബം, വലിയൊരു കുടുംബം വളരെ ചെറുപ്പത്തിലെ എന്നെ കൊണ്ടാവും വിധം നോക്കി നടത്തുന്നവനാ ഞാൻ. എനിക്ക് മനസ്സിലാവും. ഞാൻ അതിനാ വന്നത്. മോളെ മയ്യത്തും കാത്ത് നിൽക്കണ നിങ്ങളെ മുന്നിൽ ഞാൻ വന്ന് നിൽക്കണത് ഓളെ ജീവിതം കൊണ്ടാ. പക്ഷേ സത്യങ്ങൾ എനിക്ക് അറിയണം, നിങ്ങളെ മനസ്സിന്ന്. എനിക്കറിയാം എന്റെ മോളുടെ മനസ്സ്, നജീബിന്റെ മനസ്സ്, എല്ലാം എനിക്കറിയാം. പക്ഷേ അവളുടെ അച്ഛന്റെ അനിയൻ മേട്ടുപ്പാളയം ശിവരാമൻ, അയാളുടെ തീരുമാനത്തിന്റെ മുൻപിൽ എന്റെ മോൾക്കോ എനിക്കോ സുഗന്ധി, അറിയാലോ നിന്റെ അളിയച്ചനെ. വാശി പിടിച്ചിട്ട് എതിർത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവര് തീരുമാനിച്ചതേ നടക്കൂ. നടന്നോട്ടെ, അന്നവരെന്നെ കണ്ടു പൊയ്ക്കോട്ടെ. പക്ഷെ നജീബിനെ മറക്കാൻ, അവനെ ചതിക്കാൻ അവന്റെ പെണ്ണാ ഞാൻ. മോളെ, പിന്നെ ശിവപാർവതി ടെക്സ്റ്റൈൽസിലെ വേല அது கல்யாணத்துக்கு அப்புறம் நிறுத்தலாம் இல்லைன்னா கண்டினியூ பண்ணலாம். அதெல்லாம் உங்க இஷ்டம். என்ன வேலை கீழே ஒன்றும் நம்ம விஷயம் இல்ல. பொண்ணு பையனை காப்பாத்தணும், வீடு பார்க்கணும், அப்பா அம்மாவை பார்க்கணும், அதுதான் மனைவி. எப்படி? நீங்க சொன்னது கரெக்ட் தான். ஆனா நில், யார் நீ? നജീബ്, സൂന്തിയെ കാണണം, അതിനാ വന്നത്. நீங்க உட்காருங்க, எனக்கு கொஞ்சம் வேலை இருக்கு. வாங்க தம்பி, கொஞ்சம் பேசணும். എന്താ നിന്റെ പ്രശ്നം? നീയും സുഗന്ധിയും തമ്മിൽ എന്താ? സുഗന്ധി എന്റെ പെണ്ണ, അവളെ കൊണ്ടുപോകാൻ വന്നാ ഞാൻ. അവളെ കൊണ്ടുപോകാൻ എല്ലാമേ പുരിയും എനക്ക്. സുഗന്ധിയെ പൊണ്ണു പാക്കാൻ വന്നവരാണ് അവര്. അവളുടെ കല്യാണം ഞാൻ തീരുമാനിച്ചു കളഞ്ഞു. പൊക്കോ, പ്രശ്നമൊന്നും വേണ്ട, പൊക്കോ പൊക്കോ. പൊയ്ക്കോളാം, പക്ഷെ പോകുന്നത് ഞാൻ സുഗന്ധിയും കൊണ്ടായിരിക്കും. സുഗന്ധി, നില്ലടാകെ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഓറക്കി നായേ. ഒന്ന് കേൾക്കുന്നതാ നായ്. എന്റെ വീട്ടിൽ പോയാ സുഗന്ധി നീ എന്റെ പെണ്ണാണെന്ന്. കൊണ്ടിടുവേ. சொல்ல, யாரவே? சொல்ல, சொல்ல. അറിയില്ല, ഇവനെ എനിക്ക് അറിയില്ല. ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. ഇവനെന്റെ ആരുമല്ല. വയ്ക്കോ, എനിക്കറിയില്ല. വയ്ക്കോ. സുഗന്ധി, നായേ. ചെറുപ്പല്ലേ, ഓരോ മനസ്സിലെ ഇഷ്ടക്കേടുമല്ലേ. ചിലപ്പോ പറയണ്ടാത്തത് പറയും, വേറെ ചിലപ്പോ പറയേണ്ടത് പറയൂല. ഒരൊറ്റ മനസ്സായിട്ട് ജീവിച്ച ഞാനും എന്റെ നജീബുവേ എന്നോടൊന്നും പറഞ്ഞില്ല. അന്നൊരിക്കലും നെറ്റിയിലെ മുറിവ് കണ്ടപ്പോ കോയമ്പത്തൂർ എന്ന് വരുമ്പോ ബസ്സിലൊന്നും തട്ടിന്ന് മാത്രം പറഞ്ഞു. പിന്നെയും കളിക്കും ചിരിക്കുന്നു ഒരു കുറവില്ല. അങ്ങനെയും പറ്റുമായിരിക്കും.
പെറ്റ വയറിന്റെ സങ്കടം, വർത്തമാനത്തിൽ എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. ഒന്നുമില്ല, ആട്ടിപ്പായ്ക്കായിരുന്നില്ലേ. സുഗന്ധിന്റെ നിത്യക്കൂലി കൊണ്ടായിരുന്നു ജീവിതല്ലേ. പട്ടിണി പങ്കിടാൻ ആരുണ്ടാവില്ല. ആഘോഷത്തിന് എല്ലാരും ഉണ്ടാവും, നാട്ടുകാരും വീട്ടുകാരും കൂട്ടക്കാരും ഒക്കെ. എന്താ മോളെ പേര്? രാജേശ്വരി. അണക്ക് ഞാനൊന്നും കൊണ്ടുവന്നില്ലല്ലോ. ഒന്നും വേണ്ട, എന്റെ ചേച്ചി അത് മതി. കൊണ്ടത്തരും. ഒരു കേടും പോറലും ഇല്ലാണ്ട് അന്റെ താത്തനെ ഞാൻ ഇവിടെ കൊണ്ടത്തരും. ഞാൻ എന്റെ കുട്ടിയെ. അതവനാ വേട്ടുപാളയ ശിവരാമൻ. സുൽത്താൻ വീട്ടിൽ സക്കീർ ഹുസൈൻ, കുഞ്ഞാക്കാന്നും വിളിക്കും. മനസ്സിലാവോ മലയാളം? മലയാളം മനസ്സിലാവും, മലയാളത്താനെ മനസ്സിലാവും, മുസൽമാനെ മനസ്സിലാവും. ஒரு மலையாளத்தா முசல்மான் தெண்டி இங்க வந்து கழிச்சு சிரிச்சு கொடுத்த பொண்ணை நாசம் பண்ணி அவனை அவளை நாங்கள் கலைஞ்சு. ஆமா, உனக்கு என்ன இங்க வேலை? കൊന്നു പോടുവേണ്ട നായേ. മലയാളീനെ അറിയാം, തമിഴനെ അറിയാം, ഹിന്ദുവിനെ മുസൽമാനെ എനിക്കൊക്കെ അറിയാം. മനസ്സിനെ മാത്രം അറിയൂല. എന്റെ കുട്ടീനെ എവിടെ തച്ചോടിച്ചോനയ്യേ. ഒരു പാവം പെൺകുട്ടീന്റെ ജീവിതം തൊലച്ചോനയ്യേ. എന്റെ നേർക്കങ്ങനെ എന്റെ കൈ പൊന്തിയാലുണ്ടല്ല, അനക്ക് പിന്നെ കയ്യിൽ നിന്ന് കുട്ടിക്കൊയ്യേ. ഇവിടെ നിന്ന് പോണ്ടടോ. ഇപ്പൊ ഇവിടെ ഒരു കുടുംബുണ്ട്. അത് മലയാളിയോ തമിഴോ ഹിന്ദുവോ മുസൽമാനോ നോക്കിയിട്ടല്ല, കൽബിൽ കൊണ്ട തീരുമാന. അതിന്റെ മേനങ്ങനെ ഈ കൈ പൊക്കേണ്ടല്ലോ. പിന്നെ ഇല്ല നായേ. എന്തേ ഒറ്റക്കായതുണ്ടാ? ആ വാസുട്ടൊരു തള്ളനെ കൊണ്ട് വരാന്ന് പറഞ്ഞിരുന്നല്ലോ, ഇതുവരെ വന്നില്ലേ? ഇല്ല, നേരത്തെ ഏതോ ഒരാൾ പഠിക്കല് വന്ന് നോക്കി നിൽക്കുന്ന കണ്ടു. അതുണ്ടാവും, വെക്കാൻ വെച്ച വീടല്ലേ, ആരെങ്കിലൊക്കെ വന്ന് നോക്കിന്ന് വരും. ഈ കടുങ്കൈ ഒന്നും കാട്ടിയിട്ടില്ല എന്റെ ഒപ്പരണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മന്റെ മുഖത്തുണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ. അമ്മയോ? അമ്മനെ മാത്രല്ല, രാജേശ്വരനെയും കണ്ടു. അവിടെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ വീട് 3ആയി. സുൽത്താൻ വീട്, കോയമ്പത്തൂരിലെ നമ്മളെ വീട്, ഇപ്പൊ ഈ താമസിക്കുന്ന ഈ വീടും. എന്തിനാ കരയണത്? കണ്ണീര് കാണാൻ ഇഷ്ടല്ല എനിക്ക്. നിനക്കറിയോ, പടച്ചന് സങ്കടം വരുമ്പോഴാണ് മനുഷ്യന്മാർ കരയണത്. ഞാൻ കാരണം നല്ലൊരു മനസ്സും ജീവിതവും വേണ്ട, ഞാൻ വരരുതായിരുന്നു. വേണം. ഈ ആശിച്ചൊരു ജീവിതം ഉണ്ടല്ലോ, അതെനക്ക് കിട്ടണം. ഏറനാട്ടിൽ നിന്ന് ശിവപുരത്തേക്ക് ഒരു ബസ് പോയാലും കന്യാകുമാരിൽ നിന്ന് കാസർഗോട്ടേക്ക് ഒരു തീവണ്ടി പോയാലും അതിനൊക്കെ ഒരു ദൂരം അളവൊക്കെ ഉണ്ട്. മനുഷ്യന്മാരെ ആശക്കും ബോധിക്കൊന്നും ഒരു കയ്യും കണക്കില്ല. ആശിച്ച പോലെ നടന്നില്ലെങ്കിലും ആവുന്ന പോലൊക്കെ നടത്തണ്ടേ? ഇല്ലെങ്കിൽ തിരിച്ച് ഈ ഭൂമിയിലേക്ക് ഒരു വരവുണ്ടാവില്ലല്ലോ അതൊക്കെ പിടിച്ചു വാങ്ങാൻ. അയ്യോ, അവിടെ അങ്ങനെ കൊടിമരം പോലെ നിൽക്കണ്ട, ഔത്തൊക്കെ വന്നോളി. എന്തേത്? വാസ്തവത്തിൽ തുടരുത്. വാസ്തവം? ഒന്ന് വേഗം അകത്ത് കയറാൻ നോക്കി. അല്ലടോ, ഒരു പെണ്ണിനെ നോക്കാനെന്നും പറഞ്ഞിട്ട് ഈ ചെങ്ങനെയാണോ ഞാൻ നോക്കിക്കൊണ്ട് നടക്കേണ്ടത്? എന്നെ നോക്കാൻ നിൽക്കണ്ട, അതിന് വേറെ ആളുണ്ട്. ഇത് ആരിത്? കുഞ്ഞാക്ക. ഓ, കുഞ്ചാക്കു. കേട്ടിട്ടുണ്ട്. ഞാൻ അത്ര വലിയ ആളൊന്നുമില്ല കേൾക്കാൻ. വാസ്തവം കുട്ടി. വാസ്തവം കുട്ടിയല്ല, വാസുകുട്ടി. എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്? എത്ര വട്ടം പറഞ്ഞാലും പിന്നെയും പറയും. എന്റെ മൂന്ന് കളയരുത്. ഞാനൊരു വർക്കിന് വന്നതാ. വാസ്തവത്തിൽ ഇവൻ ആരിത്? ഇനി ഉള്ള വാസ്തവം പറയാലോ. ഈ കുഞ്ഞാക്കക്ക് വേണ്ടിയാണ് നിങ്ങൾ ഒരു പെൺകുട്ടിക്ക് കാവൽ നിൽക്കേണ്ടത്. അത് ശരി, വാസ്തവത്തിൽ ഇവൻ ഒരു പെണ്ണുപിടിയനാണല്ലേ? അനാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. എത്ര പെണ്ണ് വേണമെങ്കിലും പിടിക്കായിരുന്നു, അതിന് പറ്റിയ പണിയാ മൂപ്പരുടേത്. പക്ഷെ ഇന്ന് വരെ അതിന് പോയിട്ടില്ല. എനിക്ക് ഇതാണോ മുതല്? പിടിക്കാത്തവൻ പിടിച്ച പുളിങ്കൊമ്പ് കൊള്ളാലോ. മോളെ, നിന്റെ ചെറുപ്പത്തിൽ ഞാൻ കൊതിച്ചതാ ഇവനെ പോലെ ഒരുത്തന്, കിട്ടിയില്ല. നീ ഭാഗ്യവതിയാ.
വാസ്തവം ഇപ്പൊ വരാട്ടോ. എന്ത് പണ്ടാരത്തിന് രണ്ടോ വലിച്ചു കെട്ടിക്കൊണ്ട് അല്ലാതെ ഇമ്മാതിരി പണിക്ക് ഇപ്പൊ ആരെ കിട്ടുന്നാണ്? മനീഷക്ക് ഒരാളെ വരുന്ന അമ്മിണിയമ്മ, വാസ്തവം അമ്മിണിയമ്മ എന്നാണ് വിളിക്കുന്നത്. തത്തമംഗലത്താണ് വീട്. ഏൽപ്പിച്ച പണി കൃത്യമായിട്ട് ചെയ്തോളും. ശമ്പളവും ബാറ്റഗേറ്റ് അലൗൺസ് ഒക്കെ ഞാൻ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. പിന്നെ മുടങ്ങാതെ വൈകുന്നേരം അരക്കുപ്പി റമ്മ് ഇവിടെ എത്തിക്കണം. നീ അമ്മടിച്ച് ഇവിടെ കൂടെ പോണ സ്റ്റാൻഡ് നിറച്ചാ പോരാ? എനിക്കല്ലെന്ന് വാസ്തവം തള്ളക്ക്. ഇല്ലെങ്കിൽ അവര് റിവേഴ്സ് ഗിയർ ഇടും. ഇട്ടിട്ട് പോകുന്നു. എന്താ അവിടെ വാ. രണ്ടാളും കൂടി ഒരു ഗൂഢാലോചന. ഒന്നുമില്ലേ, ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ ഒരു വർത്താനം പറഞ്ഞതാ. നിങ്ങൾ ആണുങ്ങൾ വിവരദോഷികളാ. പെണ്ണിന്റെ തൊലിവെളുപ്പ് കണ്ട പെട്ടു. ഇത്ര പീഡനം അനുഭവിക്കുന്ന വർഗം നിങ്ങളെപ്പോലെ വേറെ ഇല്ല ഭൂമിയിൽ. എന്തേ വാസ്തവം അല്ലേ? അതാ വാസ്തവം. വെറും ഒരു ബസ് കണ്ടക്ടർ, വേറെ ആരും കണ്ടില്ലേ ഈ ഒരുമ്പട്ടോളെ? എന്താടി ഈ നിക്കാനെ നോക്കി പേടിപ്പിക്ക? ഈ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് അനങ്ങിയ ഈ കാലി ഞാൻ തല്ലോടിക്കും. അന്റെ മാത്രമല്ല ആ ചെറ്റന്റെയും. കാക്ക ഞാൻ വരി. കേറി കഴിഞ്ഞ എങ്ങട്ടെ എവിടം വരെ പോവും? ശിവരം. അത് ബസ്. അന്റെ ആരെയാ ചോദിച്ചത്? എവിടെ വരെ വേണേലും പോവും. എന്നാൽ അത് അറവങ്കര തറവാട്ടിൽ പെണ്ണ് കെട്ടാൻ എത്തുന്നു വിചാരിക്കണ്ടേ? ബസ്സുകാരനെ പെൺകുട്ടികളെ വഴിതെറ്റിക്ക. ബസ്സുകാരനോലെ വഴിതെറ്റിക്കലല്ല, ഓലെ എത്തിക്കേണ്ടത് എത്തിക്കൽ എന്റെ പണി. ബസ്സിൽ കയറുണ്ട് ഇതുവരെ ഏതെങ്കിലും പെൺകുട്ടികൾ വഴിതെറ്റിട്ടുണ്ട്? വാസുട്ടിയെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ബസ്സാണ് സത്യം. നന്നായിട്ടുള്ളൂ കണ്ട. എന്നാലും ബസ് ഒന്ന് സൈഡാക്കിയെന്ന് അറിയട്ടാ. വേറെ യാത്രക്കാരുള്ളതാണ്, ബുദ്ധിമുട്ടാക്കരുത്. ഒന്നറിയിക്കളി. പോക്കിരിത്തരം കാണിച്ചിട്ട് പിന്നെ വമ്പത്തരം പറയുന്നോടാ. പോക്കിരിത്തരം കാണിക്കുന്ന പിന്നെ മതപ്രസംഗം നടത്തുന്നു വിചാരിച്ചോ? ചക്കരേ വേണ്ടട്ടോ, വേണ്ട. സഹോദര, മിനിമം ആഴ്ചയിൽ 5 അടിയാണ് ഈ വണ്ടിയിൽ. ഈ ആഴ്ചയിലെ കോട്ട തീർന്നു. ഓവർലോഡിന് ചാൻസ് ഉണ്ടാക്കല്ലേ. എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് പിരിയാം. കയ്യും കാലം വെട്ടിക്കളി നായ്ക്കളെ. അതെ, കളി കുഞ്ഞാക്കിയോട് വേണ്ട, ഞങ്ങൾ യാത്രക്കാരിടപെടും. അപ്പൊ അതൊരു കൂട്ടക്കളിയാവും. ഞങ്ങള് തീർക്കാൻ കയറിയതല്ലിതില്. ഒന്ന് തുടങ്ങി വെക്കാൻ അനക്കറിഞ്ഞൂടാ ഫാസുലുദ്ദീൻ ആരാണെന്ന്. അറവങ്കര തറവാട്ടിലെ സ്വത്തും പണവും കണ്ടിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ പഞ്ചാരവാക്കും പറഞ്ഞ് മനം മാറ്റി കെട്ടിക്കൊണ്ടുപോവാന്നെങ്ങാനും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈയോ എന്റെ ബസ് റോട്ടിൽ കിടന്ന് അങ്ങനെ കത്തും, തീയിടും. ചേറ്റേ ഇപ്പൊ കത്തിക്കണ്ടോ? ഉണ്ടെങ്കിൽ ഈ യാത്രക്കാരൊന്ന് പുറത്തേക്കാക്കണം. അതല്ല പിന്നീടാണെങ്കിൽ ഞാൻ പൈസയും വാങ്ങി ടിക്കറ്റ് കൊടുത്ത യാത്രക്കാരെ എത്തിക്കേണ്ടത് എത്തിക്കണം. നിങ്ങൾ തന്നെ തീരുമാനിച്ചോളി. ഈ ഒരു ട്രിപ്പ് കൊണ്ട് ഞാനും എന്റെ ബസ്സും ദുനിയാവിന്റെ അങ്ങേ അറ്റത്തേക്കൊന്നും പോണില്ല. ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. പെണ്ണ് ചോദിക്കല്, പെണ്ണ് കാണല്, കെട്ടിക്കല്, ഇതൊക്കെ തറവാട്ടുകാര് പുരയിൽ വെച്ചാ നടത്തുക, നിരത്തുമ്മൽ വെച്ചല്ല. കാണാമക്ക് നിരത്തുമ്മ തടഞ്ഞ പുരയിൽ വരും. അങ്ങനെ ഒരു തകരാറുണ്ടെങ്കിൽ അറവങ്കര ഫസലുദ്ദീൻ പറഞ്ഞാന്ന് കേട്ടിക്കണ്. എന്നാ പിന്നെ ഞങ്ങൾ തമ്പുരാക്കന്മാര് പറഞ്ഞങ്ങോട്ട് നടത്തിക്കോട്ടെന്ന് ഞാനും തീരുമാനിച്ചു. എന്നാ പെട്രോള് അതാക്കണം എന്റെ ബസ്. കത്തിക്ക്. അരിയിൽ നിന്ന് ആശാരിച്ചീനിയും കടിച്ച് പിന്നെയും നായക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞ അതിലായാലോ? അല്ല, എന്താ എന്റെ ഉദ്ദേശം? നിങ്ങളെ ഉദ്ദേശം നടത്തുക, അതന്നെ എന്റെ ഉദ്ദേശം. കത്തിക്ക്. സന്തോഷായില്ലേ? കണ്ണിക്കണ്ട പെറുക്കികളൊക്കെ വീട്ടിന്റെ ഉമ്മർത്ത് വന്ന് വമ്പത്തനം പറഞ്ഞ് കേൾപ്പിച്ചില്ലേ? വമ്പത്തരം ഞാൻ നേരത്തെ ബസ്സിൽ വെച്ച് അധികം വിളമ്പായിരുന്നത് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ദോഷവും ചീത്തപ്പനും ഉണ്ടാകുന്നത് കരുതിയിട്ടാ. നാട്ടുകാരെ മുമ്പിൽ കൈനീട്ട് ഇറക്കുന്ന ഒരു ബസ് കണ്ടക്ടറാ ഞാൻ. എന്ന് നഷ്ടപ്പെടാൻ ആചാര്യ. ഞാൻ നിങ്ങളെ പുറയിൽ പെണ്ണ് വെച്ച് വന്നിട്ടില്ലല്ലോ. പ്രായവും പക്വതയും അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമുള്ള നിങ്ങളെ മോള് ഇന്റെ കൂടെ ഇറങ്ങി പോരൂന്ന് പറഞ്ഞാ ഇപ്പൊ ഈ നിമിഷം ഞാനോളെ കൊണ്ട് കട്ടും കവർന്നും കള്ളക്കടത്ത് നടത്തിയും കള്ളുവിറ്റ് 4 മുക്കാല് കയ്യിൽ വരുമ്പോ ഈ കാലിനടിയിലുള്ള ഭൂമി ഒരു ചെറുനാരങ്ങാണെന്ന് തോന്നും ചില മുതലാളിമാർക്ക്. പാവപ്പെട്ടവന്റെ മേൽ കുതിരയേറുക, റോട്ട് മലിട്ട് ബസ് കത്തിക്കുക, പിന്നെ എന്തെല്ലാം ആഗ്രഹങ്ങളാണ്. ചുരുക്കി പറഞ്ഞ പടച്ചോനെ മറക്കാന്ന് പറയും. നരകത്തിൽ നിന്ന് തീയെടുത്ത് ബീഡി കത്തിക്കല്ലേ ഫസലുദ്ദീൻ ആചാര്യ. ആരാർക്ക് എണ്ണ തൊടാന്ന് പടച്ചമ്പരാൻ തീരുമാനിച്ചിട്ടുണ്ട്.
നിങ്ങളെ മോളിക്കുള്ളതാണെന്ന് ആ പടച്ചമ്പരാൻ തീരുമാനിച്ച ഓൾ ഇന്റെ പൊറുക്കും. മേലിൽ ബമ്പത്രവും പെട്രോളും കൊണ്ട് ഇന്റെ നേരെ വന്നാലുണ്ടല്ലോ തീയായിരിക്കും ഇവിടെ, ജഹന്നത്തിലെ തീ. അസ്സലാമു അലൈക്കും. അമ്മേ 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 വാതിൽ തുറക്കമ്മേ. അച്ഛനെത്തും എന്നിട്ട് ചെയ്താ പോരെ. അമ്മ വാതിൽ തുറക്ക്. മതിയായി എനിക്ക് നശിച്ച SSLC ജീവിതം. എന്റെ മക്കളെ വാസുവിന്റെ മൊത്തം ഞാൻ എങ്ങനെ നോക്കും? ഞാൻ ജീവിക്കാൻ മറന്നുപോയൊരു സ്ത്രീയാണ്. ഈ മരണത്തിലെങ്കിലും എനിക്ക് ജയിക്കണം. അമ്മേ അമ്മ തോറ്റാലെന്താ? രേഷ്മ ജയിച്ചില്ലേ? സന്തോഷിക്കല്ലേ വേണ്ടത്? നിനക്കതൊക്കെ പറയാൻ കുഞ്ഞേ. പിന്നെയും പിന്നെ SSLCക്ക് പരാജയപ്പെടുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ വേദന അതെന്റെ മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അച്ഛനും മനസ്സിലാവില്ല. അമ്മ അങ്ങനെ പറയരുത് അമ്മ. നീ വേണ്ടി പോയത്. ഒരേ ക്ലാസ് മുറിയിൽ ഒരേ ബെഞ്ചിലിരുന്ന് നമ്മൾ രണ്ടുപേരും കൂടി പരീക്ഷ എഴുതുമ്പോ നിന്റെ ഉത്തരക്കടലാസ് എന്നെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് കടുകൈ ചെയ്യേണ്ടി വരുമായിരുന്നോ? അമ്മ അടുത്ത കൊല്ലം പരീക്ഷ എഴുതിക്കോ, എന്നാലും തൂങ്ങിച്ചാവല്ലേ. പിന്നെ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് പേടിയാവും അല്ലേ? ഇല്ല മക്കളെ, എന്റെ പ്രേതം പോലും നിങ്ങൾക്കൊരു ബേർഡനാവില്ല. കഴിഞ്ഞോ? ഇല്ല, യജ്ഞം നടന്നോണ്ടിരിക്കുക. ഇവിടെ 10ാം ക്ലാസ് പരീക്ഷ പോലെ ആത്മഹത്യയും ഇത്രയും സമയം വേണോ? ചെയ്താലും തീരൂല. അച്ഛൻ നമ്മുടെ അമ്മ. കൺഗ്രാചുലേഷൻ, അതിനിടക്ക് നീ പാസ്സായല്ലോ. അമ്പിളി വേണ്ട, സംസാരിച്ച് എന്റെ മനസ്സ് മാത്രം ശ്രമിക്കണ്ട. കത്ത് മക്കളെ കൊടുത്തിട്ടുണ്ട്, എല്ലാം ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. കത്തെഴുതി അറിയിക്കാൻ നമ്മൾ 2 രാജ്യത്തൊന്നല്ലോ, ഒരു വാതിന്റെ അപ്പുറം ഇപ്പുറം അല്ലേ? തുറക്ക്, കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓപ്പൺ ദ ഡോർ അമ്പിളി. കാണണമെങ്കിൽ കണ്ടോ, ഞാൻ പിടഞ്ഞ് അവസാനിക്കുന്ന ലൈവായിട്ട് കണ്ടോ. പക്ഷേ എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത്. പിന്നെ അമൃത വാതിൽ ഞാൻ തുറന്നിട്ടിട്ടുണ്ട്. പിന്നാമ്പുറത്തെ വാതിൽ എവിടെയാണ്? അത് പിന്നാമ്പുറത്തല്ലേ? ആണോ? ബോഡി ആവിയായി പോയി. ഈശ്വര, തല ആര് കൊണ്ടുപോയി? ആരും കൊണ്ടുപോയിട്ടില്ല, ഇവിടെ ഉണ്ട്. അച്ഛനായിട്ട് താങ്ങിയ അമ്മ ഒന്ന് താങ്ങ മക്കളെ. അയ്യോ, എന്നെ കൊല്ലാൻ നോക്കുന്നു. നിസാരമായ തൂങ്ങി മരണത്തിൽ പോലും നിനക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ അമ്പിളി. ഞാൻ എന്ത് ചെയ്തു? നിന്റെ പരീക്ഷ പേപ്പർ ഞാനല്ലല്ലോ നോക്കിയത്. മിണ്ടിപ്പോയത്. ഡിസ്കൗണ്ട് സെയിലിൽ 30 രൂപയുടെ സാരി വാങ്ങിക്കൊണ്ടു എന്നെ പറ്റിച്ചിട്ട് 10ാം ക്ലാസ് തോറ്റ് നാറിയതിനേക്കാൾ നാറ്റക്കേസായി പോയത്. എത്രയോ എളുപ്പത്തിൽ എത്രയോ നിസാരമായ ആൾക്കാർ നിരന്തരം ആത്മഹത്യ ചെയ്യുന്ന നമ്മുടെ നാട്ടില് എനിക്ക് ഗതി വന്നല്ലോ ഈശ്വര. നന്നായിരിക്കണം ഭാര്യമാർ അന്തസ്സായിട്ട് ആത്മഹത്യ ചെയ്യണോ? നിനക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നല്ല അസ്ഥൽ 1ാം തരം കയറിന്റെ സാരി ഉണ്ടാക്കി വെച്ചേനല്ല. എബ്രഹാം ലിങ്കൺ ഒറ്റ ഒരുത്തനാ എന്റെ ജീവിതം നശിപ്പിച്ചത്, എന്നെ ചതിച്ചത്. ഇത്രയും സേഫ്റ്റി പിന്നുകളുമായി നടന്നിട്ടും നീ സേഫ് ആയില്ലെന്നോ? എന്നാണ് സംഭവിച്ചത്? എവിടെ വെച്ചാണ് സംഭവിച്ചത്? ആരാണ് നിന്നെ പീഡിപ്പിച്ച എബ്രഹാം പോറ്റി? അയ്യോ, പോറ്റിയല്ല അയാള്. സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷകൾ പാസ്സായി ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് വരായ അദ്ദേഹമായിരുന്നു തൂപ്പുകാരിയിൽ നിന്ന് പ്യൂണായി വളരാനുള്ള എന്റെ ആഗ്രഹങ്ങൾക്ക് ഉത്തേജനം. എല്ലാം അവസാനിച്ചില്ലേ? ഇല്ല, ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ നല്ലൊരു ഭാര്യാഭർത്ത ബന്ധം. അയ്യോ വാസേട്ടാ, ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞോട്ടെ. താങ്ക് യു. അമ്പിളി, നിനക്കൊരു മരണത്തിന്റെ നാറ്റമുണ്ട്. നീ വേഗം ചെന്ന് പൊല വിളിച്ചിട്ട് പാ. ചെല്ല്. അച്ഛാ, എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. വേണോടി, നിനക്ക് അത് തന്നെ വേണം. ആ പോയ ജഡത്തിന്റെ അല്ലേ മോള്? അമ്മയും കൂട്ടി പോയി എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണും. നീയും പൊക്കോളാം, ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ട.